എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ശിവന്യ എല്ല. ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ദേവി പ്രഭാഷണമാണ്. എനിക്കിവിടെ പറയാൻ അവസരം നൽകിയ കമ്മിറ്റി അംഗങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും ദേവിയാണ് ശ്രീ ദുർഗ. ദുർഗ എന്നാൽ ദുർഗതിയെ ഇല്ലാതാക്കുന്നവൾ എന്നാണ് അർത്ഥം. ശൈവ വിശ്വാസമനുസരിച്ച് ശ്രീ പരമശിവ പത്നിയായ പാർവതി ദേവിയുടെ പൂർണ്ണ രൂപമാണ് ശ്രീ ദുർഗ. ദുർഗാദേവി വിഷ്ണുമായ ശക്തി, ആദിപരാശക്തി, ഭവാനി, പാർവതി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. 16 കൈകളുള്ളതും സിംഹത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നതും ശക്തിയുടെ പ്രതീകവുമായിട്ടാണ് ശ്രീ ദുർഗയെ കണക്കാക്കുന്നത്. സകല ദേവതകളും ദുർഗയിൽ കുടികൊള്ളുന്നു എന്നാണ് ഹൈന്ദവ സങ്കല്പം. ശ്രീ മഹാകാളി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ മഹാസരസ്വതി എന്നീ 3 പ്രധാന ഭാവങ്ങളും ദേവിക്കുണ്ട്. കർമ്മം ചെയ്യാനുള്ള പ്രചോദനമായ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകവുമായാണ് ശ്രീ ഭഗവതിയുടെ 3 രൂപങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദുർഗാമാസുരനെ വധിക്കുവാൻ വേണ്ടി അവതാരമെടുത്തതെന്ന് വിശ്വാസം. ശ്രീ മഹിഷാസുരമർദ്ദിനിയായും ആരാധിക്കപ്പെടുന്നു. നമുക്ക് ഇതിനു പിന്നിലെ ഐതിഹ്യത്തെ കുറിച്ചറിയാം. ആദ്യം ദുർഗമനെ വധിക്കുവാൻ വേണ്ടി അവതാരമെടുത്തതിന് പിന്നിലുള്ള ഐതിഹ്യത്തെ കുറിച്ചറിയാം. പണ്ട് ദുർഗമൻ ചിന്തിച്ചു, ദേവന്മാരുടെ ആശ്രയം വേദമാണ്. വേദങ്ങൾക്ക് നാശമുണ്ടായാൽ യജ്ഞങ്ങൾക്കും ധർമ്മങ്ങൾക്കും നാശമുണ്ടാകും. അതോടെ ദേവന്മാർ മുടിയും. ഈ ചിന്തയോടെ ദുർഗമൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത പ്രത്യക്ഷനാക്കി ഒരു വരം ചോദിച്ചു. മടിയോടുകൂടിയാണെങ്കിലും ബ്രഹ്മാവ് ദുർഗമന് ഇഷ്ടവരം നൽകി. അസുരൻ വേദങ്ങൾ ഏറ്റുവാങ്ങിയതോടെ മഹർഷിമാർ മന്ത്രം മറന്നു. ജപം, സ്നാനം, തപം, തർപ്പണം, ഹോമം എന്നിവയെല്ലാം ഇല്ലാതായി. അധർമ്മം നടമാടിയതോടെ ദേവന്മാർ ദുർബലരും അസുരന്മാർ മഹാബലവാന്മാരുമായി മാറി. ലോകത്തെങ്ങും അരാജകത്വവും ക്ഷാമവും പിടികൂടി. 100 വർഷം മഴയില്ലാതിരുന്നു. ഭൂമി കരിഞ്ഞുണങ്ങി. മനുഷ്യരും പക്ഷിമൃഗാദികളും മരിച്ചു വീണു. ലോകം ഇത്തരത്തിലായപ്പോൾ ദേവന്മാർ ഹിമാലയ സാനുക്കളിലെത്തി ശ്രീ ആദിപരാശക്തിയെ സ്തുതിച്ചു. ഒടുവിൽ ദേവി നീല നിറത്തിലുള്ള മനോഹരമായ കണ്ണുകളോടും തൃക്കൈയിൽ വില്ലും ശരങ്ങളും ധരിച്ചുകൊണ്ട് ദേവന്മാർക്ക് മുൻപിൽ പ്രത്യക്ഷയായി. തുടർന്ന് ദേവിയുടെ മനോഹരമായ കണ്ണുകളിൽ നിന്നും അമൃതമയമായ ജലം വർഷിച്ചു തുടങ്ങി. ദേവി വർഷിച്ച ജലത്താൽ ഭൂമിയിൽ സസ്യങ്ങൾ കിളിർക്കുകയും ലോകത്തിലെ ചരാചരങ്ങൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ദുർഗമൻ അവിടെ എത്തി ദേവിയുമായി യുദ്ധം ആരംഭിച്ചു. ഘോര യുദ്ധത്തിനൊടുവിൽ ദേവി ദുർഗമനെ നിഗ്രഹിക്കുകയും വേദങ്ങൾ വീണ്ടെടുത്ത ദേവന്മാർക്കും മുനിമാർക്കും തിരികെ നൽകി. ഇനി ശ്രീ ദുർഗ മഹിഷാസുരമർദ്ദിനിയായി ആരാധിക്കപ്പെടുന്നതിന് പിന്നിലുള്ള ഐതിഹ്യത്തെ കുറിച്ച് അറിയാം. പണ്ട് മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത പ്രത്യക്ഷനാക്കി ഒരു വരം ചോദിച്ചു. തന്നെ കൊല്ലുവാൻ ഒരു പുരുഷനോ ദൈവത്തിനോ കഴിയരുത്. ഒരു സ്ത്രീക്ക് മാത്രമേ അത് സാധിക്കാവൂ എന്നതായിരുന്നു ആ വരം. ഈ വരം ലഭിച്ച അഹങ്കാരത്തിൽ മഹിഷാസുരൻ സ്വർഗത്തിൽ ആക്രമണം നടത്തി. നിരാശരായ ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിച്ചു. ശിവനും വിഷ്ണുവും ബ്രഹ്മാവും അവരുടെ ദിവ്യ ശക്തികൾ ഉപയോഗിച്ച
1000 സൂര്യന്മാരെ പോലെ തിളങ്ങുന്ന ശ്രീ ദുർഗയെ സൃഷ്ടിച്ചു. ദേവന്മാർ അവരുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളും അനുഗ്രഹങ്ങളും ശ്രീ ദുർഗയ്ക്ക് സമ്മാനിച്ചു. മഹിഷാസുരനുമായി നേരിടാൻ ദുർഗ തന്റെ സിംഹത്തിൽ യാത്രയായി. തുടർന്ന് മഹിഷാസുരനുമായി ഏറ്റുമുട്ടി. ദുർഗയെ കബളിപ്പിക്കാനും കീഴടക്കാനും മഹിഷാസുരൻ പല രൂപങ്ങളും എടുത്തു. എന്നാൽ ദുർഗ യുദ്ധം തുടർന്നു. 10ാം ദിവസം ദുർഗ മഹിഷാസുരനെ വധിച്ചു. ദുർഗയുടെ ഈ വിജയമാണ് നവരാത്രിയായി നാം ആഘോഷിക്കുന്നത്. നവരാത്രി കാലത്ത് 9 ഭാവങ്ങളിൽ ശ്രീ ആദിശക്തിയെ ആരാധിക്കാറുണ്ട്. ഇതാണ് ശ്രീ നവദുർഗ. ഇനി സിംഹം ശ്രീ ദുർഗാദേവിയുടെ വാഹനമായി മാറിയതിനു പിന്നിലുള്ള ഐതിഹ്യത്തെ കുറിച്ചറിയാം. പണ്ടൊരിക്കൽ ശക്തിയുടെ മാതാവായ പാർവതി ദേവി ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടിയുള്ള തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ആ സമയം കാട്ടിൽ നിന്നും വിശന്നു തളർന്ന ഒരു സിംഹം അവിടെ എത്തി. യാദൃശികമായി ദേവിയെ കാണുകയും തനിക്ക് നല്ലൊരു ഇരയാണെന്ന് കരുതി ദേവിയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ദേവിയുടെ തപസ് അത്രയ്ക്കും അചഞ്ചലവും ശക്തിയുള്ളതുമായതിനാൽ സിംഹത്തിന് ദേവിയുടെ അടുത്തെത്താനോ ആക്രമിക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കാലക്രമേണ ദേവിയുടെ തീവ്രമായ ഭക്തിയും തപസ്സിന്റെ ദിവ്യപ്രകാശവും കണ്ട് സിംഹത്തിന് മാറ്റം വന്നു. വിശപ്പും ദാഹവും എല്ലാം മറന്ന ആ സിംഹം ദേവിയുടെ ഒരു വിശ്വസ്ത കാവൽക്കാരനെ പോലെ അവിടെ കാത്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ദേവിയുടെ തപസ് പൂർത്തിയാക്കി ദേവി കണ്ണുകൾ തുറന്നു. തനിക്ക് മുൻപിൽ വിശന്നു തളർന്ന ഭക്തിയോടുകൂടി കാവൽ നിൽക്കുന്ന സിംഹത്തെ ദേവി കണ്ടു. സിംഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടയായ ദേവി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ നിന്റെ മൃഗീയ സ്വഭാവവും വിശപ്പും ദാഹവും എല്ലാം മറന്ന ഭക്തിയോടുകൂടി കാവൽ നിന്ന നീ ഇന്നു മുതൽ എന്റെ വാഹനമായിരിക്കും. എന്റെ എല്ലാ യാത്രകളിലും പോരാട്ടങ്ങളിലും നീ എന്നെ വഹിക്കും. അന്നു മുതൽ സിംഹം ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി ശ്രീ ദുർഗയുടെ വാഹനമായി മാറി. ശ്രീ ദുർഗയുടെ മറ്റൊരു രൂപമാണ് ശ്രീ ഭദ്രകാളി. ദേവി മഹാത്മ്യത്തിൽ ശ്രീ ദുർഗയുടെ രൗദ്ര രൂപമായി ശ്രീ ഭദ്രകാളിയെ അവതരിപ്പിച്ചിരിക്കുന്നു. കാളിയെ കോപമൂർത്തിയായിട്ടാണ് നാം കരുതിപ്പോരുന്നത്. സമരേഷ ദുർഗ, കോപേഷുകാളി തുടങ്ങിയ വിശ്വാസങ്ങൾ ഇതിന് കാരണമായേക്കാം. എന്നാൽ തടസ്സങ്ങൾ മാറ്റി മംഗളവും സൗഖ്യവും അരുളുന്ന മംഗളരൂപിണിയാണ് ശ്രീ ഭദ്രകാളി. ദാരികാവധത്തിനായി ശിവന്റെ 3ാം തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണെന്നും ദക്ഷന്റെ യാഗാഗ്നിയിൽ സതീദേവി ദേഹത്യാഗം ചെയ്തതിൽ കോപിഷ്ഠനായ പരമശിവൻ ദക്ഷനോട് പ്രതികാരം ചെയ്യാൻ തന്റെ ജഡ നിലത്തടിച്ച സൃഷ്ടിച്ചതാണെന്നുമുള്ള 2 കഥകളാണുള്ളത്. കാളിക്ക് 10 രൂപങ്ങളുണ്ട്. ദശവിദ്യ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ദുമാവതി, ബഗളാമുഖി, മാതങ്കി, കമല എന്നിവയാണ് ഈ 10 രൂപങ്ങൾ. 4, 8, 16 എന്നിങ്ങനെ 64 കൈകളുള്ള കാളി സങ്കല്പങ്ങൾ വരെയുണ്ട്. ഭദ്രകാളി, കരിങ്കാളി, സമുഖ്യകാളി, മഹാകാളി, രാത്രികാളി, ബാലഭദ്ര എന്നിങ്ങനെ നിരവധി രൂപഭാവ സങ്കല്പങ്ങളും കാളിക്കുണ്ട്. ലക്ഷ്മിയും പാർവതിയും വിദ്യാസ്വരൂപിണിയുമായ സരസ്വതിയും സപ്തമാതാക്കളും സകല ദേവതകളും ഭദ്രകാളിയുടെ സ്വരൂപങ്ങൾ തന്നെയാണ്. കാണുന്നവൾ കാളി എന്നാണ് കാളി നാമത്തിന്റെ അർത്ഥം. കാളിയമ്മയുടെ നിറം കടും നീലയും കറുപ്പുമാണ്. ഈ 2 നിറവും നിഗൂഢത, അനന്തത എന്നിവയെ സൂചിപ്പിക്കുന്നു. കടലും നീലാകാശവും ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് കാളിയമ്മയും അനന്തതയുടെ പ്രതീകം തന്നെയാണ്. അങ്ങനെ ദേവീ ഐതിഹ്യങ്ങൾ തുടരുന്നു. ഇനി നമുക്ക് കുറച്ച് ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചറിയാം. നമ്മൾ ഒരു മഹാക്ഷേത്രത്തിൽ പോയാൽ ആദ്യം
നമസ്കരിക്കേണ്ടത് ഗോപുരത്തെയാണ്. ഏകദേശം കാല് നീട്ടിയിരിക്കുന്ന ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ പാദമായിട്ടാണ് നാം ഗോപുരത്തെ കാണേണ്ടത്. പാദത്തെ നമസ്കരിച്ച അകത്തേക്ക് പ്രവേശിച്ചാൽ ഭഗവാന്റെ കാലിലൂടെയാണ് നാം നടക്കുന്നത്. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അടുത്തതായി നാം കാണുന്നത് ഭഗവാന്റെ നട്ടെല്ലാണ്. അതാണ് കൊടിമരം. ആ കൊടിമരത്തിന് മുകളിൽ അവിടുത്തെ ആരാധനാമൂർത്തിയുടെ വാഹനത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും. ഭദ്രകാളിയാണെങ്കിൽ വേതാളമായിരിക്കും വാഹനം, ദുർഗയാണെങ്കിൽ സിംഹമായിരിക്കും വാഹനം, ശിവനാണെങ്കിൽ നന്ദിയായിരിക്കും വാഹനം, അയ്യപ്പനാണെങ്കിൽ അശ്വമേധമായിരിക്കും വാഹനം, സുബ്രഹ്മണ്യനാണെങ്കിൽ മയിലായിരിക്കും വാഹനം. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം. പൂർണ്ണ ഗർഭം ധരിച്ച ഒരു സ്ത്രീ തലയിൽ നിറഞ്ഞു തുളുമ്പുന്ന എണ്ണക്കുടവും വെച്ചുകൊണ്ട് ഒരു കൈകൊണ്ട് എണ്ണക്കുടത്തിൽ പിടിച്ച മറുകൈ ഇലിയിൽ കുത്തി എത്ര പതുക്കെയാണോ നടക്കുന്നത് അത്ര പതുക്കെയായിരിക്കണം നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത്. നമ്മൾ ഒരു ദേവീ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ 6 തവണയാണ് ദേവീ പ്രദക്ഷിണം. ശിവനാണെങ്കിൽ 3, അയ്യപ്പനാണെങ്കിൽ 4, ഗണപതിക്ക് 1, സുബ്രഹ്മണ്യനാണെങ്കിൽ 5, അരയാലിന് 7. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ഗണപതിയെ വണങ്ങണം. ഇല്ലെങ്കിൽ നമുക്ക് കാര്യ തടസ്സങ്ങൾ ഉണ്ടാകും. നവഗ്രഹങ്ങളെ അവസാനം മാത്രമേ പ്രാർത്ഥിക്കാവൂ. പിന്നെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും ഭഗവാന് നേരെ നിന്ന് ദർശിക്കരുത്. ഇടത്തോ വലത്തോ നീങ്ങി നിന്ന് ഏതാണ്ട് 30 ഡിഗ്രി ചരികി നിന്ന് വേണം തൊഴാൻ. കാരണം ബിംബത്തിൽ കുടികൊള്ളുന്ന ദൈവിക ചൈതന്യം ഭക്തരിലേക്ക് സർപ്പാകൃതിയിലാണ് എത്തിച്ചേരുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ പുരുഷന്മാർ മാറു മറയ്ക്കാതെയും സ്ത്രീകൾ മുഖവും ശിരസും മറയ്ക്കാതെയുമാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്നതിന് കാരണം സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ലക്ഷ്മി ദേവിയുടെ സഹോദരിയായ ജ്യേഷ്ഠദേവി അഥവാ മൂദേവി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ലക്ഷ്മി ദേവി ധനത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയാണ്. എന്നാൽ ജ്യേഷ്ഠദേവി ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നിർഭാഗ്യത്തിന്റെയും ദേവിയാണ്. അത്തരത്തിലൊരു ദേവതയാണ് മുടി അഴിച്ചിരുന്നതിലൂടെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഭാഗവതത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമുക്ക് നിർമാല്യ ദർശനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാം. തലേ ദിവസം പൂജാരി ദേവനെയോ ദേവിയെയോ ചൈതന്യ വക്താക്കി വെച്ചതിനു ശേഷം അത്ര മന്ത്രങ്ങൾ കൊണ്ട് ബന്ധിച്ച നടയടച്ച പൂജാരി പോകും. പിറ്റേ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ വന്ന് ആ നട ദീപാലങ്കാരമായി തുറക്കുമ്പോൾ അതിനുള്ളിൽ തങ്ങി നിന്ന ദൈവിക ചൈതന്യം പുറത്തേക്ക് പോകാൻ വെമ്പൽ കൊണ്ടു നിൽക്കും. ആ ചൈതന്യം നിർമാല്യം ദർശിക്കുന്ന ഭക്തരിലേക്ക് പ്രവഹിക്കും. അതാണ് നിർമാല്യ ദർശനത്തിന്റെ പ്രാധാന്യം. പിന്നെ വൈകുന്നേരമുള്ള ദീപാരാധന അതൊരു പൂജയല്ല, ത്രിസന്ധിയെ വരവേൽക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷമുള്ള അത്താഴ പൂജയ്ക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇപ്പോഴും ചിലരെങ്കിലും ചെയ്യുന്ന ഒരു തെറ്റാണ് ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം തൂണിലോ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോകുന്നത്. എന്നാൽ അതൊരിക്കലും ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന വരത്തെയും സൗഭാഗ്യത്തെയും നമ്മൾ അവിടെ ഉപേക്ഷിച്ചു പോകുന്നത് പോലെയാണ്. അതുപോലെ തന്നെ മറ്റാരെങ്കിലും തൂണിൽ വെച്ച പ്രസാദം നാം എടുത്ത് നമ്മുടെ നെറ്റിയിൽ ധരിച്ചാൽ അവരുടെ ജീവിത ദുഃഖങ്ങൾ നമുക്ക് വന്നു ചേരും എന്നാണ്. പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷേത്ര നോട്ടീസുകളിൽ കാണുന്ന അന്നദാനം എന്ന പദം. സത്യത്തിൽ നാം ദാനം നൽകേണ്ടത് ആർക്കാണ്? ഇല്ലാത്തവന് നൽകുന്നതാണ് ദാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വന്ന് അന്നദാനം കഴിക്കുന്നത് ആരാണ്? ബെൻസ് കാറിൽ വരുന്നവരും സമൂഹത്തിൽ
കഴിവുള്ളവരും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരുമാണ്. അപ്പോൾ അത് അന്നദാനമാണോ? അല്ല, അതല്ല, പ്രസാദമാണ്. ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് വിളമ്പുന്ന ഏതൊരു ഭക്ഷണവും പ്രസാദമാണ്. പ്രസാദമായാൽ പാമരനും പണക്കാരനും കഴിക്കാം. അതുകൊണ്ട് അന്നദാനം എന്ന പദത്തിന് പകരം അന്നപ്രസാദം എന്ന് വെക്കണം. പിന്നെ ഒരിക്കലെങ്കിലും ഹിന്ദു നേരിടുന്ന ഒരു ചോദ്യമാണ്, ഹിന്ദുക്കൾക്ക് എന്തിനാണ് 33 ദേവതകൾ? ഒരു ഈശ്വരൻ പോരെ, ഒരു ദേവത പോരെ എന്ന ചോദ്യത്തിന് ഹിന്ദു ഉത്തരം അറിഞ്ഞിരിക്കണം. നമുക്ക് 33 ദേവതകളുള്ളത് നമ്മുടെ ഭക്തിക്കനുസരിച്ച്, നമ്മുടെ അഭിരുചിക്കനുസരിച്ച്, നമ്മുടെ മനോനിലവാരത്തിനനുസരിച്ച്, നമ്മുടെ ദശാകാലത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ്. മനുഷ്യ ശരീരത്തിനെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ പോരെ? പിന്നെന്തിനാണ് ഗൈനക്കോളജിസ്റ്റ്, ന്യൂറോ സർജൻ, പീഡിയാട്രീഷ്യൻ? മനുഷ്യ ശരീരത്തിനെ ചികിത്സിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് വിവിധ ഡോക്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹിന്ദുത്വത്തിലെ ദേവതകൾ. നമുക്ക് 9 ദശാകാലങ്ങളുണ്ട്. ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ബുധൻ, വ്യാഴം, ശനി, കേതു, ശുക്രൻ, അങ്ങനെ 9 ദശാകാലങ്ങളുണ്ട്. നമ്മുടെ ദശാകാലങ്ങൾക്കനുസരിച്ച് നമുക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദേവതയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിഹാരം ലഭിക്കും. ഉദാഹരണമായി, നമ്മുടെ അസ്ഥി ഒന്ന് ഒടിക്കും. നമ്മൾ അസ്ഥിരോഗ വിദഗ്ധനെയല്ലേ കാണാൻ പോകുന്നത്? അതുപോലെ സൂര്യനാണ് നമുക്ക് നീചനായെങ്കിൽ നമ്മൾ ശിവനെ കാണാൻ പോകും. ചൊവ്വയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ഭദ്രകാളിയെയോ സുബ്രഹ്മണ്യനെയോ കാണാൻ പോകും. ശനിയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ശനിയെയോ ധർമ്മശാസ്താവിനെയോ കാണാൻ പോകും. അതുപോലെ ചികിത്സയ്ക്ക് വിവിധ ഡോക്ടർമാരെ നിയമിച്ചിരിക്കുന്നത് പോലെ ഭക്തരുടെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് ഇക്കണ്ട 33 ദേവതകളുമെന്ന ഹിന്ദു ഇനി മുതൽ ഉത്തരം പറഞ്ഞിരിക്കണം. എന്താണ് ക്ഷേത്രം? ക്ഷേത്രം നിന്നും രക്ഷിക്കുന്നതെന്തോ അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും വെറും കൈയോടെ പോകരുത്. ദേവനെയോ ദേവിയെയോ ദർശിക്കുന്നതിന് മുൻപ് തിരുമുൽ കാഴ്ച സമർപ്പിക്കണം. പുഷ്പങ്ങൾ, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, നാണയങ്ങൾ, അങ്ങനെ എന്താണോ നാം കൊണ്ടുവന്നത് അത് ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം മാത്രം പ്രാർത്ഥിക്കണം. പിന്നെ പലരുടെയെങ്കിലും ഒരു സംശയമാണ്, ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്ന് പറയുന്നത്? ശിവന്റെ മൗലിയിൽ നിന്നൊഴുകുന്ന തീർത്ഥജലം ഗംഗയാണെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഓവ് മറികടക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം. നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം. ശ്രീകോവിലിന് മുൻപിൽ വഴങ്ങി ബലിക്കലിന് പുറത്തുകൂടി പ്രദക്ഷിണം ചെയ്ത് വടക്കു വശത്തെ ഓവിനരികിലെത്തി മുകളിലേക്ക് നോക്കി തൊഴണം. അതിനുശേഷം തിരിച്ച് ബലിക്കലിന് അകത്തുകൂടി വന്ന് വീണ്ടും വടക്കു വശത്തെ ഓവിനരികിലെത്തി മുകളിലേക്ക് നോക്കി തൊഴണം. ഇങ്ങനെയാണ് പ്രദക്ഷിണം പൂർത്തീകരിക്കേണ്ടത്. പിന്നെ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷേത്രങ്ങളിൽ കാണുന്ന ബലിക്കല്ലുകൾ. അവയെ നാം ചവിട്ടാനോ മറികടക്കാനോ കൈകൾ കൊണ്ട് തൊടാനോ പാടില്ല. കാരണം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ബലിക്കല്ലിൽ ചവിട്ടാതെ നോക്കേണ്ടത് ഓരോ ഭക്തന്റെയും കടമയാണ്. ക്ഷേത്ര ശാസ്ത്രത്തിന്റെ മുഖ്യ ഭാഗമാണ് ബലിക്കല്ലുകൾ. അവയെ ചവിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് വീണ്ടും തൊട്ട് നമസ്കരിച്ച് ശിരസിൽ വെക്കരുത്. അത് അതിലും വലിയ പാപമാണ്. ബലിക്കല്ലിൽ ചവിട്ടിയാൽ മാറി നിന്ന് പ്രായശ്ചിത്തമായി ക്ഷമാപണ മന്ത്രം ജപിക്കണം. ബലിക്കല്ലിന്റെ പ്രാധാന്യം എന്തെന്നാൽ ദേവവിഗ്രഹത്തിലുള്ള ശക്തി ഒരു കല്ലിൽ നിന്നും മറ്റൊരു ബലിക്കല്ലിലേക്ക് പ്രവഹിക്കും. ഇത്തരത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തി ഒരു കാരണവശാലും മുറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ബലിക്കല്ലിൽ ചവിട്ടരുത് എന്ന് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.